Good evening, all. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency agency in India. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു പാനിക് സെല്ലിങ് ഇന്ന് ഒരു ശമനം കിട്ടിയെന്ന് മാത്രമല്ല, ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള ICICI ബാങ്ക്, റിലയൻസ് തുടങ്ങിയ കമ്പനികളുടെ സഹായത്തോട് കൂടിയിട്ട് നിഫ്റ്റി ഒന്ന് റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ ഉള്ള ആ ഒരു പേടി ഇന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായതിൻ്റെ കാരണം ചൈനയും ഇന്ത്യയും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വൈറസാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ സ്റ്റിൽ PVR ഇന്നും ഫോൾ ആയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഏകദേശം $3 ബില്യൺ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പദ്ധതിയുണ്ട് എന്ന് മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നദല്ല പറഞ്ഞു. യൂറോസോൺ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, 3% നിന്ന് 4 ഉയർന്നു. ഇന്ത്യയുടെ GDP ഡേറ്റ നാളെ 5:30 വരും. കൂടാതെ തന്നെ ഡൽഹി ഇലക്ഷൻ ഫെബ്രുവരി 5 ആരംഭിക്കും, റിസൾട്ട് ഫെബ്രുവരി 8 വരും. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അതിനുശേഷം ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പിന്നീടും നിഫ്റ്റി ഉയർന്ന് കൺസോളിഡേറ്റ് ആയിട്ട് 23,694, ഏകദേശം 200 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയിൽ ONGC, SBI ലൈഫ്, HDFC ലൈഫ്, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചു. ഫോൾ ആയിട്ടുള്ളത് HCL ടെക്, IT കമ്പനി. ട്രെൻഡ് വീണ്ടും ഇടിഞ്ഞു. TCS വീണ്ടും ഇടിഞ്ഞു. ഐഷർ മോട്ടോഴ്സ് ഇടിഞ്ഞു. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സ് കൂടാതെ തന്നെ ഹീറോ മോട്ടോ കോർപ്പ് ഇടിഞ്ഞു. ITയിൽ നിന്ന് TCSും HCL ടെക്കും ഫോൾ ആയിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ വീണ്ടും 1 ലക്ഷം കവിഞ്ഞു. $2,686 ബിറ്റ്കോയിൻ ഉയർന്നു. ആക്ച്വലി 1,02,000 പോയതായിരുന്നു, അവിടെ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ബ്രന്റ് ഓയിൽ 76, ഗോൾഡ് $7 ഉയർന്ന് $2,643 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 7% ഫോളായി 14.6. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 2% റാലി. ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു, കൊറിയ പോസിറ്റീവായിരുന്നു, ചൈന പോസിറ്റീവാണ്. FTSE ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK മാർക്കറ്റ് ഫ്ലാറ്റാണ്. ജർമ്മനും ഫ്രാൻസും പോസിറ്റീവിൽ നിലകൊള്ളുന്നുണ്ട്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി അല്ല, നാളെ ബുധനാഴ്ചയാണ്. മറ്റന്നാൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ എക്സ്പയറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഇല്ല. പക്ഷെ അത് ഇല്ലാതെ തന്നെയും വോളറ്റിലിറ്റി മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഡെയിലി എക്സ്പയറി മാറ്റി ഒരു വ്യത്യാസവും ഇല്ല. ഡെയിലി എക്സ്പയറി മാറ്റത്തിൻ്റെ പ്രധാന കാരണം വലിയ വോളറ്റൈൽ മാർക്കറ്റ് ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷേ ഡെയിലി എക്സ്പയറി മാറ്റിയത് കൊണ്ട് കുറച്ച് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ എല്ലാം തന്നെ ആക്ടിവിറ്റി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വോളറ്റിലിറ്റി ഒന്നും തന്നെ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇതേ സമയത്ത് തന്നെയാണ് വിക്സ് ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി എക്സ്പയറി മാറ്റി എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് നോക്കാം. സ്പോട്ടുള്ളത് 23,700, PCR 0.7. ബുള്ളിഷായ രീതിയിലൊന്നും നിഫ്റ്റി ഇതുവരെ ആയിട്ടില്ല. കാരണം PCR 0.7 ആണ്. PCR എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് 23,200, 23,000. മേജർ റെസിസ്റ്റൻസ് 24,000, 24,200, 24,500 ആണ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്നും PCR എന്താണെന്നും ഡെയിലി നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, പല ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സെക്ഷനിലൊക്കെ പോയതിന് ശേഷം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നാളെ ഉള്ള പ്രധാന ഇവൻറ്റ് GDP ഇവൻറ്റ് നമുക്ക് വൈകിട്ട് 5 മണിക്ക് വരുന്നുണ്ട്. കൂടാതെ നാളെ കലൂർ വെച്ച് ഗോകുലം പാർക്കിൽ വെച്ചിട്ട് ട്രേഡേഴ്സ് കോൺക്ലേവ് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ സ്പീക്കറായിട്ട് എത്തുന്നുണ്ട്. നമുക്ക് നാളെ അവിടെ നേരിട്ട് മീറ്റ് ചെയ്യാം. ഫസ്റ്റ് കമ്പനിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം മൊബിക്വിക്കായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. വളരെ കുറഞ്ഞ ഫീസിലാണ് ഉള്ളത്. സ്വിങ്ങും ഉണ്ട്. ഇനി ഓൺലൈനായിട്ടല്ല, ഓഫ്ലൈനായിട്ടാണെങ്കിൽ കൊച്ചിയിൽ വന്ന് ഓഫ്ലൈനായിട്ടും പഠിക്കാം. അതിൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. മൊബിക്വിക്ക് കമ്പനി അടുത്തിടെ മാർക്കറ്റിലേക്ക് വന്ന കമ്പനിയാണ്. കമ്പനി കഴിഞ്ഞ തവണ പ്രോഫിറ്റ് ഉണ്ടായതാണ് 5 കോടി. ഈ തവണ 3.5 കോടി ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 6 കോടി ലോസിൽ നിന്ന് ലോസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. ബെർജർ പെയിൻറ്റ്, അക്സോ നോബൽ എന്ന് പറയുന്ന പെയിൻറ്റ് കമ്പനിയുടെ സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. വലിയ പദ്ധതിയാണ്. 12,000 കോടി രൂപക്കാണ് അക്വിസിഷൻ. ബെർജർ പെയിൻറ്റ് മാത്രമല്ല, മറ്റ് പെയിൻറ്റ് കമ്പനീസ് എല്ലാം തന്നെ ഈ ഒരു കമ്പനിയുടെ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അക്സോ നോബലിൻ്റെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്ത് മാറുകയാണ്. ഏകദേശം 74% സ്റ്റേക്കൊക്കെ
അവർ സെല്ല് ചെയ്ത് മാറുകയാണ്. NCC കമ്പനി പുതിയൊരു ഓർഡർ അവർക്ക് വിൻ ചെയ്തു. 501 കോടി രൂപയുടെ ഓർഡർ. GM ബ്രവറീസ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് ഡിക്ലൈൻ ആയി. ആന്ധ്ര പേപ്പർ ഇവരുടെ തൊഴിലാളികൾ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു രാജമുണ്ട്രി പ്ലാന്റിൽ. അപ്പോൾ അത് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ടാറ്റ എലക്സി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ CSIR എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹാപ്പി ഫോർജിൻ കമ്പനി 1000 കോടി രൂപ ഇവരുടെ പ്ലാന്റ് വിപുലീകരിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. L&T കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. പാരാസ് ഡിഫൻസ് കമ്പനി ഇവർക്ക് ലൈറ്റ് വെയ്റ്റ് മിഷൻ ഗണ്ണ് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ബയോകോൺ ഇവരുടെ പുതിയ മെഡിസിന് ജപ്പാനിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടി. കൂടാതെ തന്നെ ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ബയോകോൺ എന്ന് പറയുന്ന ഫാർമ കമ്പനീനെ അപ്ഗ്രേഡ് ചെയ്തു. കല്യാൺ ജ്വല്ലേഴ്സ് ഇത്തവണ റവന്യൂ എല്ലാം തന്നെ 39% ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഫെസ്റ്റീവ് സീസൺ വെഡ്ഡിംഗ് ഡിമാൻഡ് എല്ലാം തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ട്. ONGC കമ്പനി CLSA ONGCനെ അപ്ഗ്രേഡ് ചെയ്തു. CLSA എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ്. ടാറ്റ ടെക്നോളജി കമ്പനി നെക്സ്റ്റ് ജെൻ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GEC കമ്പനി ഇന്ത്യ മോർഗേജ് ഗ്യാരണ്ടി കോർപ്പറേഷനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. 1.1 സൊല്യൂഷൻ ഇവർ 240 കോടി രൂപയ്ക്ക് ലാറ്റം ബേസ്ഡ് കോൺട്രാക്റ്റ് സെൻറ്റർ ഇവർ അക്വയർ ചെയ്തു. സ്റ്റോക്ക് ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. BCL കമ്പനി HMTയുടെ റിവൈവൽ ഉണ്ടാകുമെന്ന് ഹെവി മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. ശ്യാം മെറ്റാലിക് HMT അറിയാമെന്ന് കരുതുന്നു, കളമശ്ശേരിയൊക്കെ ഉണ്ട്. ശ്യാം മെറ്റാലിക് കമ്പനി 59% ഇയർ ഓൺ ഇയർ ബേസിൽ ഇവരുടെ സ്റ്റീലിൻ്റെ വോളിയെല്ലാം തന്നെ അപ്പായി. മംഗളം ഗ്ലോബൽ കമ്പനി ഇവർ ക്രഷിംഗ് പ്ലാന്റ് 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റിന് ക്രഷിംഗ് പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ശക്തി പമ്പ് കമ്പനി 400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ഇവർ ചെയ്യുന്നുണ്ട്. ശക്തി പമ്പ് നിർദ്ദേശം 5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി നാളെ രാവിലെ പ്രീ മാർക്കറ്റായിട്ടൊക്കെ എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.